സുഭാഷ് ഏട്ടനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഷെയർ ചെയ്യാൻ വിളിച്ചതാ. അന്ന് ജോത്സ്യൻ പറഞ്ഞത് കേട്ടിട്ടെ സുഭാഷ് ഏട്ടൻ രാത്രി വീട് വിട്ട് പോയതാ. ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാത്രി സുഭാഷ് ഏട്ടനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. എടാ, നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ അന്നത്തെ പോലെ സ്ഥലം വിടാനാണെങ്കിലോ? എന്തായാലും ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ രാത്രി സുഭാഷ് തന്നെ ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇന്നലെ മുതലേ ഒരു പന്തികേട്. ഇന്നലെ ഞാൻ സുഭാഷ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു. എന്തേ അനിയത്തി കെട്ടാൻ പോന്നു? നമ്മുടെ സുഭാഷ് ചേട്ടനെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു. അവനാഴ്ച സ്വന്തം പെങ്ങളെ സുഭാഷ് ചേട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചോന്ന്.